എങ്ങനെയുണ്ട് ശക്തിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അണ്ണൻ തമ്പി മാതിരി. അണ്ണൻ തമ്പിയാ? മനസ്സുള്ള യൂട്യൂബിൽ കണ്ടിട്ടാ വിളിക്കുന്നത്. യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ട് മെനിഞ്ഞാന്ന് വിളിച്ചിട്ട് ശക്തി എനിക്ക് പശു തേവ ഇറക്കുന്നത് അണ്ണൻ മാതിരിയാവും. അണ്ണൻ മാതിരി ഇപ്പൊ വന്നിട്ട് അണ്ണൻ തമ്പിയാർക്ക് അടിപൊളി പശുകൾ വാങ്ങി തന്നിട്ടുണ്ട്. അപ്പൊ അഞ്ചെണ്ണം നമ്മൾ അത്ര അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അല്ലേ? ഇന്നലെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഇതെല്ലാം അടുത്ത മാസം തലവരാ എല്ലാ മാസം വന്നിട്ട് അഞ്ചെണ്ണം എടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു പശുക്കളുടെ കളക്ഷൻസ് മൊത്തത്തിലൂടെ? നല്ല കളക്ഷൻസ് ആണ്. പിന്നെ കളക്ഷൻസിന് ഉപരി ഇവിടെ എടുത്തു തരുന്ന ഒരു വ്യക്തിയുണ്ട്. അത് പുള്ളിയുടെ പേര് ശക്തിയാണ്. പുള്ളിയെ കണ്ടാൽ നല്ല പശുക്കളാണ്. കാര്യം പറയണം പുള്ളിയോട്, എന്ത് പർപ്പസിനാണോ, വീട്ടിനാണോ ഫാമിനാണോ എന്നുള്ളത് പറഞ്ഞാൽ പുള്ളി അതനുസരിച്ച് ചെയ്തു. ഞാൻ സ്ഥിരമായിട്ട് വന്ന് എടുക്കുന്നത്. വേറെ ആരും എടുത്ത് തന്നാലും പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ പുള്ളി കറക്റ്റ് ചെയ്ത് എടുത്തു. ഇപ്പൊ എത്ര വർഷമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്? ഞാനിപ്പോ പുള്ളിയുടെ ഒരു 4-5 വർഷമായിട്ട് 5 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ എടുത്തേക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. അതുകൊണ്ടാണല്ലോ വീണ്ടും വരുന്നത്. മേഖല പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. നല്ല പശുക്കളെ നോക്കി എടുക്കണം. നല്ല പശുക്കളെ നോക്കി എടുക്കും. നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യം പറഞ്ഞാൽ മതി. അതനുസരിച്ചുള്ള പശുക്കളെ മാന്യമായ വിലക്ക് എടുത്തു. നമ്മുടെ വീട്ടാവശ്യത്തിന് 10-30 രൂപ 40 റേഞ്ചിലുള്ള പശുക്കൾ മുതൽ 1 ലക്ഷം രൂപ 1 ലക്ഷം റേഞ്ചിലുള്ള പശുക്കൾ വരെയുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന പശുക്കളിൽ ലൈനിലാണ് ഫുള്ള് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അറ്റം വരെ നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളുണ്ട്. 49 രൂപ ചോദിക്കുന്നുണ്ട്. എത്ര ഡെലിവറി? 3 മിനിറ്റ് ഡെലിവറി ആയിട്ടാ? ആകെ എவ்வளோ நாள் ബാക്കി இருக்கு? 10 நாள் ബാക്കി இருக்கு. ലാസ്റ്റ് എவ்வளோ റേറ്റിൽ കിട്ടിയ കൊടുക്കുന്നത്? 43 രൂപ കേൾക്കുறேன். 43 രൂപ ലാസ്റ്റ് കിട്ടി. 45 രൂപ. ഒരു നാൾക്ക് എത്ര പാല് കറക്കും? 7 ലിറ്റർ കറക്കും. 7 ലിറ്റർ. 2 നേരം ചേർത്ത്? ഇല്ല, ഒരു നേരം 7 ലിറ്റർ. ഒരു നേരം 7. അപ്പോൾ 2 നേരം 14 ലിറ്റർ. ഒരു നേരം 7 ലിറ്റർ കറക്കുന്ന പറയുന്നത് മൂന്നാമത്തെ പ്രശ്നമാണ്. 49 രൂപയാണ് അവർ ചോദിക്കുന്നത്. 43 രൂപ കിട്ടിയാൽ കൊടുക്കുമെന്ന് പറയുന്നു. ഒരു മീഡിയം ഇത് ചെറിയ ടൈപ്പ് ജേഴ്സി പശുവാണ് കേട്ടോ. 50 മാട് ഫസ്റ്റ് മാട്. സെക്കൻഡ് മാട് മോഴ ബ്ലാക്ക് 72. അടുത്തത് 85. അടുത്തത് இந்த മാട് 90 വരും. இந்த മാട് 72-73 വരും. ആവറേജ് എവിടെ പ്രൈസ് വന്നിരിക്കണമല്ല? ആവറേജ് ഒരു 80 റേഞ്ച് വന്നു. நல்ல முறைக்கு நல்ல மாடு வாங்கி கொடுத்துருக்கா? அண்ணன் வாங்கி தந்திருக்கா? அண்ணன் என்ன ஊரு? பொள்ளாச்சி தருமபுரி. எவ்வளோ மாடு வாங்கி தந்தது? 5 மாடு வாங்கி தந்தது. எல்லாமே நல்லா இருக்கு. மாடு எச்எப் நல்ல மாடு, நல்ல கறக்கும். இந்த வயிற்று மாடு எவ்வளோ கேட்காதண்ணா? வயிற்று மாடு எவ்வளோ ரேட்டு கேட்குது? 120. ഡെലിവറി ആയതാ? എത്ര പല്ല് പ്രായം? 2 പല്ല്. 2 പല്ല് പ്രായത്തിൽ എவ்வளோ പാൽ കറക്കും இந்த மாடு? 15 ലിറ്റർ ഒരു നാൾക്ക്. 210 ചോദിക്കുന്ന ഒരു ഹെവി സൈസ് 4 പല്ല് പ്രായമാണ്. ഏറ്റവും സൈസ് നമ്മുടെ പശുവാണ് തോന്നുന്നു അല്ലേ? ഈ നിൽക്കുന്നതിൽ ഏറ്റവും സൈസുള്ള പശുവാണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. അതേപോലെ എത്ര 5 അടി എന്നെക്കെട്ടി പൊക്കൊണ്ടുന്നത്. നല്ല 5 അടി അടിയാണ് അല്ലേ? 6 അടിയോട് അടുപ്പിച്ച് നല്ല ഹൈറ്റുള്ള ഒരു പശുവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കന്നി 2 കന്നിയാണ് എത്ര പല്ല് പ്രായമാണ്? അത് ഒരാള് 2 പല്ല്, ഒരാള് 4 പല്ല്. അടിപൊളി ഹെവി സൈസ് പശുക്കളാണ്. അണ്ണനെക്കാട്ടി ഹൈറ്റ് ഉണ്ടല്ലോ. നല്ല ഹൈറ്റുള്ള ഫേസ് ഒന്ന് കാണിക്കണം. നല്ല ഫേസിൽ 4 പല്ല 2 മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എരുമയാണ്. എന്തായാലും റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുകയാണെങ്കിൽ ഓർക്കാം ഇതായിരിക്കും ആ എരുമ. അണ്ണ ഇപ്പൊ എല്ലാവരും ചേർന്ന് നിൽക്കുന്നല്ലേ? ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈറോഡ് മാർക്കറ്റാണ്. ഈ ആഴ്ച ഈറോഡ് മാർക്കറ്റിൽ നിന്ന് പശുക്കളുടെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. ഈ ആഴ്ചക്ക് ജനറലായിട്ട് വന്നിരിക്കുന്ന പശുക്കളാണ്. എല്ലാ ടൈപ്പ് പശുക്കളുണ്ട്. ചെറിയ ടൈപ്പായിട്ടും വലിയ ടൈപ്പായിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിന് 10-30 രൂപ 40 റേഞ്ചിലുള്ള പശുക്കൾ മുതൽ 1 ലക്ഷം രൂപ 1 ലക്ഷം റേഞ്ചിലുള്ള പശുക്കൾ വരെയുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന പശുക്കളിൽ ലൈനിലാണ് ഫുള്ള് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അറ്റം വരെ നമ്മൾ വാങ്ങിക്കുന്ന പശുക്കളുണ്ട്. ശക്തനാ വണക്കണா? எப்படி இருக்கணா? നമ്മളിപ്പോൾ എന്താ മാർക്കറ്റിൽ നിൽക്കുന്നതാ? ഈറോഡ് മാർക്കറ്റ്. ടോട്ടൽ എവിടെ മാട് വാങ്ങിയിരിക്കുക? 36. ഈ കാണുന്ന 36 പശുക്കളാണ് വാങ്ങിക്കുന്നത്. അതിൽ HF നല്ല ബ്രീഡ് ഫാമിലേക്കാണ് അല്ലേ? നമ്മുടെ കൊല്ലത്തേക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ഓക്കെ, നമ്മുടെ ബാക്കിൽ 2 ചേട്ടന്മാർക്കാണ് എടുത്തേക്കുന്നത്. எல்லாமே 2 மாடு 3 மாடு எடுத்துறாங்க. ஒரு மாடு சேர்த்து ஜஸ்ட் പറയണം. ഇതൊക്കെ എവിടെ പാൽ കറക്കണം? എന്താ മാതിരി മാടാണ് അതൊക്കെ? இந்த மாடு ஒரு 20 லிட்டர் வரலாம். 20 ലിറ്റർ. എത്ര പല്ല് പ്രായമാണ്? அது 6 பல்லு. இது 6 பல்லு.
ഇത് 6 പല്ല്. ഇത് 3 6 പല്ല് മാടുங்க. ആവറേജ് 20 ലിറ്റർ മേലെ നമുക്ക് 20 പ്രതീക്ഷിക്കാം லிட்டருக்கு மேல கிடைக்கும் ഒരു നാൾക്ക്. ஆனா இந்த 3 மாடு வந்து தலையீட்டு மாடு. இதுல இருந்து மொத்தம் 10 மாடு தலையீட்டு மாடு எடுத்துருக்கு. ഇതിൽ മൊത്തത്തിൽ കന്നി 10 എണ്ണം, கன்னி 10 இருக்கு இந்த லைன் அப்படியே. മൊത്തം 36 എണ്ണത്തിൽ வந்து ரெண்டாவது ഇതെല്ലാം രണ്ടാമത്തെ പ്രസവമാണ്. ബാക്കി 10 കന്നി പശുക്കൾ നിൽപ്പുണ്ട്. ஆமாண்ணா. ഇത് പ്രസവിച്ചാണോ? இது பிரசவிச்சிருக்கு, ഇത് பிரசவிச்சிருக்கு. ഇതിന്റെ കുട്ടികളാണ് ഈ ബാക്കി നിൽക്കുന്നത് കിടക്കുന്നത്. ഇതെല്ലാം ഇതിന്റെ ഇതെല്ലാം ഇതിന്റെ കുട്ടികളാണ്. ഈ കന്നിയിലൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം? எல்லாம் 20 லிட்டருக்கு மேல கிடைக்கும். കന്നിയിൽ നമുക്ക് 20 ലിറ്റർ മേലെ പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് പശുക്കളാണ്. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് ആവറേജ് വന്നിട്ടുണ്ടല്ലോ? எல்லாமே 80 மேல. 80 മേലെ വന്നിട്ട് മാക്സിമം എவ்வளோ റേറ്റ് വന്നിട്ടുണ്ട്? எல்லாம் 80, 82, 85, 87 எல்லாம் ஒரு ലക്ഷം വരെയിലും இருக்கு. 1 ലക്ഷം റേഞ്ചിൽ വരെ പശുക്കൾ എടുത്തിട്ട് 80 വരെ മുതൽ 1 ലക്ഷം രൂപ റേഞ്ചിൽ വരെ പശുക്കൾ എടുത്ത്. ഇതെല്ലാമേ 4 ബസ് പ്രസവിച്ചിരിക്കണം. ഇതെല്ലാം പ്രസവിച്ച പശുക്കളാണ്. ഇത് 4 ഈ നല്ല ഹെവി സാധനം നിന്നാ നല്ല സൈസ് പശുക്കൾ. ഇത് നല്ല ബസ്. അണ്ണനെക്കാട്ടി ആയിട്ടുണ്ടെന്നല്ലേ? അണ്ണനെക്കാട്ടി ഹൈറ്റുള്ള ഒരു പശുവാണ്. കൊല്ലംപാട്ടി എടുത്തിരിക്കണം. കൊല്ലം, നമ്മുടെ കൊല്ലത്തെ ചേർന്ന് എടുത്തേക്കുന്ന പശുക്കളാണ് കേട്ടോ. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? എല്ലാം 25 கிடைக்கணும். ഇതൊക്കെ ഒരു 25 ലിറ്റർ നമുക്ക്. ഇത് 4 25 ലിറ്റർ கிடைக்கும். 4 കന്നിയിൽ 25 പ്രതീക്ഷിക്കുന്ന പശുക്കളാണ്. ഇതൊക്കെയാണ്. അതൊക്കെ സമയമുണ്ടെന്നോ അല്ലേ? ഇത് வந்து 9 മാസം. ഇത് ഇനി ഒരു മാസം സമയമുണ്ട് അല്ലേ? ഇതിൽ 6 வந்து 9 മാസം പശു എടുത്തിരിക്കണം. അപ്പൊ ഒരു മാസം ഗ്യാപ്പുള്ള പശുക്കൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. 6 എടുത്തിരിക്കണം. 6 ഇതെല്ലാം കന്നിയിൽ തന്നെയാണോ? എല്ലാം കന്നി പശു. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം? 20 ലിറ്റർ 20 ലിറ്റർ கிடைக்கணும். ഇതെല്ലാം കന്നി പശുക്കളാണ്. അവിടെ കന്നി പശുക്കൾ ഒരു മാസത്തോളം ഗ്യാപ്പ് ഉണ്ട്. ഒരു 20 ലിറ്റർ വരെ നമുക്ക് പ്രതീക്ഷിക്കുന്ന ടൈപ്പ് പശുക്കളാണ്. ഇതൊക്കെ ആവറേജ് പ്രൈസ് റേഞ്ച് എന്ന് വന്നിട്ടുണ്ടോ? ആവറേജ് 80 മേലെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 80 മുതൽ 1 ലക്ഷത്തിനകത്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് കന്നി പശുക്കളാണ്. ഇത് കന്നി പശു. ഇത് 4 പല്ല്. ഇവിടെ ഉള്ള இந்த ലൈനിലേക്ക് എല്ലാമേ 4 പല്ല് 2 പല്ല് കന്നി പശു. ഈ കാണുന്ന എല്ലാം 4 പല്ല് 2 പല്ലുള്ള കന്നി പശുക്കളാണ്. നല്ല സൈസുള്ള പശുക്കളാണല്ലോ. ഇതാണോ? ഇത് வந்து சின்ன 4 പല്ലുனா. 4 പല്ലാണ്. ഓക്കേ. ഇത് வந்து ഇത് 6 പല്ല്. പ്രസവിച്ചോ? ഇത് പ്രസവിച്ചിருக்கு. രാവിലെ പ്രസവിച്ചിருக்கு. ഇതൊരു മീഡിയം ടൈപ്പ് പശുവാണ് അല്ലേ? ഇത് മീഡിയം 20 ലിറ്റർ கிடைக்கணும். 20 ലിറ്റർ. മീഡിയം ടൈപ്പ് ആണെങ്കിൽ 20 ലിറ്റർ പ്രതീക്ഷിക്കാം. ഇത് 6 வந்து രണ്ടാമത്തെ പ്രസവമാണ്. ഇതെല്ലാം രണ്ടാമത്തെ പ്രസവമാണ്. പ്രസവിച്ചമാണോ? ഇത് ഒരെണ്ണം പ്രസവിച്ചിருக்கு. ഇത് ഒരെണ്ണം പ്രസവിച്ചു. എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? ഇത് வந்து 20 ലിറ്റർ கிடைக்கணும். 20 ലിറ്റർ പ്രതീക്ഷിക്കുന്ന ടൈപ്പ്. 20 ലിറ്റർ கிடைக்கும். ഇതൊക്കെ എന്ത് പ്രൈസ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ? എല്ലാമേ 80 മേലെ. ഇതെല്ലാം 80 മേലെ വന്നു. 20 25 ലിറ്റർ கிடைக்கணும். എല്ലാം നമ്മളിപ്പോൾ 20 കുറച്ചൊന്നും എടുത്തിട്ടില്ല. എല്ലാം നമ്മൾ 20 ലിറ്റർ 20 ലിറ്റർക്ക് മേലെ ഉള്ള പശു നമ്മൾ എടുത്തിട്ടുള്ളൂ. എല്ലാം സൈസ് പാരുங்க. ഇത് പശു എല്ലാം പാരുங்க സൈസ്. അത്യാവശ്യം അണ്ണന് അത്രയും നല്ല സൈസിലുള്ള ഒരു പശുവാണ്. ഈ ഒരു നിൽക്കുന്ന മൊത്തത്തിൽ 36 പശുക്കളാണ്. 36 പശുക്കൾ வந்து കന്നി പ്രസവം. 36 പശുക്കൾ, 10 കന്നി പശുക്കൾ. 10 കന്നി, ഒരാൾക്ക് 5 എണ്ണം, മൊത്തം 16 കന്നി പശു എടുത്തിട്ടുണ്ട്. 16 കന്നി പശു. ഇത് എവിടത്തേക്ക് എടുത്തിട്ടുണ്ട്? നമ്മൾ കൊല്ലത്തേക്ക് നമ്മൾ പാർട്ടി പരിചയപ്പെട്ടായിരുന്നു. തൃശ്ശൂർ, പിന്നെ ബാക്കി പിന്നെ തമിഴ്നാട് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ബാക്കിൽ കാണുന്ന 36 പശുക്കളുണ്ട്. 30 ഇത് എങ്ങനെ പോകണം? എത്ര വണ്ടിയിലായിട്ട് പോകുന്നത്? 5-6 വണ്ടിയിൽ പോകുന്നുണ്ട്. കേരളത്തിലേക്ക് 26 ഉണ്ട്. ബാക്കി തമിഴ്നാട്ടിലേക്ക് എടുത്തേക്കാണ്. ഈ ബാക്കിലാണ് എല്ലാ HF ആണല്ലോ. ഫുള്ള് HF പശുക്കളാണല്ലോ. ഫുള്ള് ബ്രീഡിൽ HF പശുക്കളാണ്. നോക്കി നിങ്ങൾക്ക് കണ്ടറിയാം. എല്ലാ അടിപൊളി HF പശുക്കൾ. പിന്നെ ഇത് എങ്ങനെയാണ് കിലോമീറ്റർ ചാർജ്? വണ്ടി എത്രയൊക്കെയാണ്? കിലോമീറ്റർ 16, 20, 32 അങ്ങനെ 3 ചാർജ് വരുന്നുണ്ട്. വൺ സൈഡ്. അപ്പോൾ ഇവിടെ ഡബിൾ ഡബിൾ ആവുന്നുണ്ട്. ഇപ്പൊ ഏത് ദിവസമാണ് ഈ മാർക്കറ്റ്? അണ്ണനെ എപ്പോൾ വിളിച്ച് പറയണം? ഓക്കെ, അണ്ണൻ നമ്പർ വാട്സാപ്പിൽ അയച്ചാൽ എപ്പോഴും റിപ്ലൈ കൊടുക്കും. നമ്പർ சொல்லுங்க. 70 92 21 10 ഏത് സമയത്ത് പലയിടത്ത് പറയണം എന്ത് പർപ്പസ് ആണ്, എവിടത്തേക്ക്, എങ്ങനെ, ഏത് റേഞ്ചിലുള്ള പശുക്കൾ വേണം, അങ്ങനെ എല്ലാമേ കന്നി പശുക്കളാണ് എടുത്ത്. അതായിരിക്കും നമുക്ക് റിസ്ക് കുറവ്. വാങ്ങുന്നവർക്ക് അതിന് മേലെ എടുക്കാതെ പണിയുണ്ടാവും. അതാണ് ബെസ്റ്റ്. ചേട്ടാ നമസ്കാരം. എവിടെ പേരെങ്ങനെയാ? അബ്ദുൽ ജലീൽ. ഒറ്റയ്ക്കാണോ വന്നേക്കുന്നത്? എവിടെ സ്ഥലം എവിടെയാണ്? വെഞ്ഞാറമൂടാണ്. എങ്ങനെ പശുക്കളൊക്കെ വളർത്തലാണോ? പശു വളർത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആണോ? ആദ്യമായിട്ട് തുടങ്ങി? ഇതിന് പശു ഇല്ല? ആദ്യമായിട്ട് എടുക്കുകയാണ്. നേരത്തെ പ്രവാസിയായിരുന്നോ? നാട്ടിൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് അതാണ്. പശു പണ്ട് വളർത്തിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം? പണ്ടുണ്ടായിരുന്നു. വളർത്തി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇതിനോട് നല്ല താല്പര്യമായിട്ട് തുടങ്ങിയതാണ്. താല്പര്യം. എത്ര പശുക്കൾ എടുത്തിട്ടുണ്ട് നമ്മള്? ഞങ്ങൾ ആദ്യം 36 ഉണ്ടായിരുന്നു. എത്ര വർഷം മുമ്പ്? ഗൾഫിൽ പോയി വീണ്ടും അവിടെ തുടങ്ങണമെന്ന് തോന്നി. ഓക്കെ. അപ്പൊ നമുക്ക് തൊഴുത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല പശുക്കൾ. അപ്പം വേറെ അതിനെ കുറിച്ച് പഠിക്കുകയും കാര്യങ്ങളൊന്നും അറിയാമല്ലോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നോക്കാനാണോ? പണിക്കാരൊക്കെ വെച്ചിട്ടുണ്ടോ? സ്വന്തമായിട്ട് നമ്മൾ തന്നെ നോക്കാനാണ്. ഇപ്പൊ കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കളാണ്.
അളിയനാണോ? എന്റെ അളിയനാണ്, എന്റെ മകനാണ്, എന്റെ കൂട്ടുകാരൻ, എല്ലാവരും കൊല്ലക്കാരെല്ലാം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പണി കറവ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യാനാണ് മിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പാൽ എങ്ങനെ ലോക്കലാണോ നമ്മൾ സൊസൈറ്റി കൊടുക്കാൻ എന്താ പ്ലാൻ? കൊടുക്കാനാണ് താല്പര്യം. സൊസൈറ്റിയിലൊക്കെ വില കുറവായതുകൊണ്ട് പിന്നെ പുൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാം വരുത്തിയാണ് സൈലേജ് അങ്ങനെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച 75 ചാക്കോളം സൈലേജ് വാങ്ങിച്ച് 72 കിലോ ഉള്ള വില കുറവാണ് കമ്പനി ഡയറക്റ്റ് കിട്ടുന്നുണ്ട്, വെച്ചിട്ടുണ്ട്. ഇപ്പൊ 30 പശുക്കൾ കെട്ടാവുന്ന തൊഴുത്താണോ ഉള്ളത്? അല്ല, ഇത് 15ഓളം ഉണ്ട്. ഇപ്പൊ ഇന്ന് 5 എത്ര എടുത്തത്? 5 ഈ കാണുന്ന 5. എന്നാലും എല്ലാം കന്നി പശുക്കൾ എടുത്തേക്കുന്നു അല്ലേ? 2 കന്നി, 1 ചെന, 2. ഇപ്പൊ എത്ര പല്ല് പ്രായമുള്ള മാക്സിമം എടുത്തിട്ടുണ്ട്? 6 പല്ല് ഒരു മാക്സിമം. 2, 4, 6 അങ്ങനെ 2, 4, 6 പല്ല് പ്രായത്തിലുള്ള അടിപൊളി പശുക്കളാണ്. എല്ലാം HF തന്നെ എടുത്തേക്കുന്നില്ല? കൂടുതൽ HF തന്നെയാണ്. HF-ലാണ് താല്പര്യം. നമുക്ക് എങ്ങനെയാണ് മിനിമം ഒരു 20 ലിറ്റർ ആണോ പ്രതീക്ഷ? അല്ലാതെ 25 അവർ പറയുന്നു, 20 പറഞ്ഞു. അവർ വാങ്ങിച്ചു തന്ന ആള് 25 മാക്സിമം പറയുന്നുണ്ട്. നമുക്കൊരു 20-ന് ഏറ്റവും കുറഞ്ഞത് കിട്ടുന്ന പ്രതീക്ഷ. എല്ലാം മോഴ പശുക്കൾ നല്ല ബ്ലാക്ക് വൈറ്റ് നല്ല സൈസിലുണ്ട്. അത്യാവശ്യം നമ്മൾ നല്ല സൈസിലും ബ്രീഡിലുള്ള പശുക്കളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രസവിച്ചതുകൊണ്ട് ചനയായിട്ട് നിൽക്കുന്ന പശുക്കളുണ്ട്. കാണുന്ന എല്ലാ പശുക്കളും ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇവർക്ക് ബാക്കി എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ നമ്മൾ പ്ലാന്? പെല്ലറ്റ്സ് കാര്യങ്ങൾ ഐറ്റംസ് ഒക്കെയാണ്. ഫുഡ് പിന്നെ സൈലേജ് ഐറ്റംസ്. ഇത് കൊണ്ടുവന്ന ശേഷം എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നമുക്ക് ബ്ലഡ് ടെസ്റ്റോ ഇൻഷുറൻസ് അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം ആദ്യം കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വെള്ളം കൊടുക്കുക, കച്ചു കൊടുക്കുക, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കാണിക്കാം. പരിശോധിക്കാൻ കൊടുക്കുന്നു. തൊഴുത്തിൽ കയറ്റത്തുള്ളൂ. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ തൊഴുത്തിലേക്ക് കയറ്റാനാണ് പ്ലാൻ. പിന്നെ കറോ മെഷീൻ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. സൊസൈറ്റി അടുത്തൊക്കെ തന്നെയാണോ നമുക്ക്? പരിഗണിച്ചില്ല. ഇത് നമ്മുടെ സ്വന്തം റിസ്കിൽ ഒന്നും കിട്ടില്ല. നമ്മൾ ഏത് ലോണാണ് നോക്കിയത്? ഞങ്ങള് കാർഷിക ലോണായിട്ട് ബ്ലോക്ക് ഓഫീസ് വഴി ബന്ധപ്പെട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് പോലും ഞങ്ങളെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ പേഴ്സണലി നമ്മുടെ ഇതെടുത്ത് വന്നത്. ഇപ്പൊ നമ്മുടെ ഇത് ഒരു സ്കീമും അല്ല, നമ്മുടെ സ്കീമില്ല. ഞങ്ങളെ പങ്കെടുപ്പിച്ചിട്ടില്ല. അവരുടെ ഈ 15 ദിവസത്തെ ക്ലാസ്സിന് പോലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ട് പോലും ഞങ്ങളെ പേര് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ പുറമെ ലോൺ എടുത്തിട്ടാണ് മാർഗമായിട്ട് തുടങ്ങിയത്. വേറെ ലോൺ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 6 ലക്ഷത്തോളം ലോൺ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിൽ വന്നിട്ടുള്ളത്. ബൈ പ്രൊഡക്ട്സ് പാലിന്റെ എന്തെങ്കിലും ബൈ പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ബാക്കി എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? കയ്യിലാണ് കൊണ്ടുവന്നിട്ട് എന്നാലും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. പഴയ എക്സ്പീരിയൻസും ഉണ്ട്. വീട്ടിലേക്ക് ഇറങ്ങിയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ചേട്ടാ നമസ്കാരം. നമ്മുടെ പേരെങ്ങനെയായിരുന്നു? പേര് ബൈജു എന്നാണ്. ബൈജു എന്നാണ്. കൊല്ലത്തുനിന്നാണ്. വീണ്ടും നമ്മുടെ നാട്ടുകാരാണ്. എല്ലാം ഇന്ന് മൊത്തം നമ്മുടെ നാട്ടുകാരാണ് കൂടുതലും. ഓൾറെഡി എനിക്കിപ്പം 10-14 പശു ഉണ്ട്. എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്? ഇതിപ്പോ ഒരു 10 വർഷമായിട്ട് ഞാൻ 10 വർഷമായിട്ട് പശു വളർത്തലിൽ നിൽക്കുന്ന ചേട്ടനാണ്. ഇപ്പൊ 16 പശുക്കളുണ്ട് നമുക്ക്. ഇപ്പം 16 എണ്ണം ഉണ്ട്. അതിൽ 3 ചെന്നൈയിൽ മാറിയിട്ടുണ്ട്. പാല് കുറഞ്ഞു നമുക്ക്. അത്യാവശ്യം നമുക്ക് ലോക്കൽ സെയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ലോക്കൽ സെയിൽ ഉണ്ട്. ലോക്കൽ സെയിൽ നമ്മൾ 60 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട്, 70 രൂപയ്ക്കും കൊടുക്കും. 1 ലിറ്ററിന് 60-70 കൊടുക്കും. അത്ര കിട്ടിയാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പണിക്കാരുണ്ടോ, ജോലിക്കാരുണ്ടോ? 2 പേരുണ്ട്. അതിൽ ഒരാള് നമുക്ക് അകത്ത് കറവയും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുല്ലിട്ടിട്ടുണ്ടോ? പുല്ല് കുറച്ച് നമുക്ക് കിടപ്പുണ്ട്. പിന്നെ കൂടെ സൈലേജ് ഇറക്കി കൊടുക്കുന്നു. സബ്സിഡിയിൽ കിട്ടും നമുക്ക്? സബ്സിഡിയിലൊന്നുമില്ല. അതെല്ലാം ഈ പറയുന്ന സബ്സിഡി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല. അല്ലാതെ പിന്നെ അത് മാന്യമായ വിലയ്ക്ക് പാല് സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സബ്സിഡിയുടെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മൾ 40 രൂപ 45 രൂപയ്ക്ക് കൊണ്ട് അവിടെ കൊടുക്കുന്നതായിട്ട് നല്ലത്. 60-70 നമ്മൾ ഇഷ്ടത്തിൽ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. പാല് ക്വാളിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കസ്റ്റമേഴ്സ് കിട്ടും. നല്ല കസ്റ്റമേഴ്സിന് ഓൾറെഡി നമ്മളെ തേടി വരും. ഇപ്പൊ നമുക്ക് തികയാത്തോണ്ടാണ് വീണ്ടും എടുക്കാൻ. നമുക്ക് എത്ര പശുക്കൾ? 14. ഇപ്പൊ മൊത്തം 16 എണ്ണം ഉണ്ട്. പ്രൊഡക്ഷൻ എത്ര ഉണ്ട് ഒരു ദിവസം? എത്ര? നമുക്ക് 160-170 നിൽക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഫുൾ ടൈം എല്ലാരെയും കറക്കുന്നതല്ല. വരും. റോളിംഗ് ആണ്. അപ്പൊ ആ പാലൂര് നമുക്ക് തികയുന്നില്ല. ലോക്കൽസ് എത്ര റിക്വയർമെന്റ് ഉണ്ട്? ഇപ്പൊ നമ്മൾ 60-70 കൂടുതൽ ആൾക്കാർ വാങ്ങാനുണ്ട്. എരുമ എന്തെങ്കിലും ഉണ്ടോ? എരുമ പശുക്കൾ മാത്രമേ. പശുക്കൾക്ക് നല്ല ഫുഡ് കൊടുത്താൽ പാല് ക്വാളിറ്റിയിൽ കിട്ടും. അപ്പൊ ഇപ്പൊ എടുത്തേക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പശുക്കളുണ്ട്. ഒരു മോഴ പശുണ്ട്. ഈ കാണുന്ന നല്ല സൈസ്. നമ്മള് ഏറ്റവും സൈസുള്ള നമ്മുടെ പശുവാണ് അല്ലേ? ഈ നിൽക്കുന്നതിൽ ഏറ്റവും സൈസുള്ള പശുവാണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. അതേപോലെ ഒരു എത്ര 5 അടി എന്നെക്കാട്ടി പൊക്കൊണ്ടുന്നത്. നല്ല
5 അടി അടിയാണ് അല്ലേ? 6 അടിയോളം അടുപ്പിച്ച് നല്ല ഹൈറ്റുള്ള ഒരു പശുവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കന്നി, 2 കന്നിയാണ് കേട്ടോ. കടിഞ്ഞൂലാണ്. എത്ര പല്ല് പ്രായമാണ്? അത് ഒരാള് 2 പല്ല്, ഒരാള് 4 പല്ല്. 2 പല്ല് 4 പല്ല് മാത്രം നോക്കി എടുക്കണം. പല്ല് നോക്കി തന്നെ എടുക്കണം അല്ലേ? പിന്നെ നമ്മൾ എടുക്കുന്നത് പിന്നെ ആരോഗ്യം നോക്കണം, ഹെൽത്തി നോക്കണം, ബ്രീഡ് നോക്കണം, എല്ലാം നോക്കിയിട്ട് എല്ലാം എടുക്കുക. പിന്നെ എടുത്തിട്ട് കാര്യമില്ല. പിന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തൊക്കെ ഇൻഷുറൻസ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ക്വാറന്റൈനിലാക്കും, ക്വാറന്റൈൻ ചെയ്യും. അപ്പം ഇന്ന് തന്നെ ജില്ലയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നമ്മൾ വിളിക്കാതെ തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ട് പുള്ളിയുടെ പേര് ഷാജി റഹ്മാൻ. നല്ല ഡോക്ടർമാർ, നല്ല സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞാനിത് പിടിച്ചിരിക്കുന്നത് പുള്ളിയുടെയൊക്കെ സപ്പോർട്ട്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുള്ളി ഫാമിലി സപ്പോർട്ടാണ്. ഫാമിലി സപ്പോർട്ട്, വൈഫുണ്ട്, മകനുണ്ട്, മകളുണ്ടായിരുന്നു, പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം വൈഫും മകനും എനി ടൈം മകനും ഫാമിലി എല്ലാം നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ബൈ പ്രോഡക്റ്റിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഐഡിയയിലാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കും. പനീർ അല്ലെങ്കിൽ തൈര്, ഐസ്ക്രീം അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് പാലിന്റെ ആവശ്യം വരുന്നത് പലരും കർഷകർ നിർത്തി പോകുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു സഹായവും ഇല്ലാത്തതുകൊണ്ടാണ്. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇവർക്ക് എന്തൊക്കെയാ വേറെ ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ് ഐറ്റംസ് അല്ല, കൊടുക്കുന്ന ഐറ്റംസ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി സാധനമാണ്. എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല, ഏതെങ്കിലും കൊടുത്താൽ വയറ് നിറച്ചിട്ട് കാര്യമില്ല. കൊടുക്കുന്ന സൈലേജ് കൊടുക്കാം, കുറച്ച് കൊടുത്താൽ നല്ലത് കൊടുക്കാം, വരി വലിച്ച് കൊടുക്കേണ്ട കാര്യം. ഇപ്പൊ എത്ര ലിറ്റർ വരെ പാല് കറക്കുന്ന പശുക്കളുണ്ട് നമ്മുടെ? എനിക്കിപ്പം എന്റെ ഫാമിൽ 24 ലിറ്റർ കറക്കുന്ന പാല്. 24 2 നേരം കൂടെ 24 ഇപ്പോഴാണ്. തുടക്കത്തിൽ അത് 27 വരെ ഉണ്ടായിരുന്നു. 27 വരെ കറന്ന പശുക്കളുണ്ട് നമുക്ക്. തീർച്ചയായിട്ടും പല ആൾക്കാർക്ക് ഇപ്പോഴും നമ്മുടെ പഴയ കുറച്ച് ആൾക്കാർക്ക് 20 മണ്ടക്കിട്ട് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, പഴയ ടൈപ്പ് ആൾക്കാർ. പക്ഷെ അത് പലരും ഈ വിശ്വസിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പലരും ഈ പാലിനെ കുറിച്ച് പറയാറില്ല. പലരും അതൊരു അന്ധവിശ്വാസമായിട്ടും കൂടെ കൂട്ടാം. അപ്പം അല്ല, നമ്മൾ ചില ആൾക്കാർ നമ്മുടെ പശുവിന് ഇത്ര ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കൺസെപ്റ്റ് 10 ലിറ്റർ 15 ലിറ്റർ അതാണ് ഇപ്പോഴും പല ആൾക്കാരുടെ കാര്യം എന്ന് പറയുന്നത്. പണ്ടത്തെ ആൾക്കാര് പശുക്കളുടെ ബ്രീഡും രണ്ടാമത് പശുക്കളെ വളർത്തുന്ന രീതിയും വ്യത്യാസമാണ്. അത് വരുന്ന സമയത്ത് കറക്കാം, തോന്നുന്ന സമയത്ത് അതിന് തീറ്റ കൊടുക്കാം എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മാക്സിമം കൊടുക്കുന്ന ഡ്രൈ ഫീഡ് ആയിട്ടാണ് കൊടുക്കുന്നത്, വെള്ളം ഒഴിച്ചല്ല കൊടുക്കുന്നത്. പെല്ലറ്റ് ആയാലും ധാന്യപ്പൊടികളായാലും നമ്മളത് ഡ്രൈ ആയിട്ട് കൊടുക്കും, സൈലേജും കൊടുക്കുന്നുണ്ട്. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വെള്ളം വെച്ചിരുന്നാൽ മതി. അവർക്ക് എത്ര ആവശ്യമുണ്ടോ അവർ വലിച്ചു, അല്ല നമ്മൾ അവരെ നിർബന്ധിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് റെസ്റ്റ് കൊടുക്കുക, മാക്സിമം റെസ്റ്റ് കൊടുക്കുക. പിന്നെ കറവയും കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഇതിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ പശു മേഖല? എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ അങ്ങനെ എന്തെങ്കിലും? തൈലേറിയായിട്ട് ബന്ധപ്പെട്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നത്? നമുക്കൊരു യൂട്യൂബ് വഴി കണ്ടൊരു ഹരിവൈദ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുറവൂരാണ്. പക്ഷെ പുള്ളിയുടെ ട്രീറ്റ്മെന്റിൽ എനിക്ക് എന്റെ പശുക്കളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് പുള്ളിയുടേത് തന്നെ കുളമ്പ് രോഗത്തിനും പുള്ളിയുടെ മരുന്നുണ്ട്, ചർമ്മമുഴയ്ക്കും മരുന്നുണ്ട്. ചർമ്മമുഴയും ഞാൻ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവം. പുള്ളിയുടെ മെഡിസിൻ ആണ് ഇപ്പൊ നമുക്ക് ഞാനിപ്പം കൂടുതലും ഇതുപോലുള്ള അസുഖങ്ങൾ. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വന്നിട്ട് അപ്പോൾ തന്നെ ബ്ലഡ് എടുക്കുക, ടെസ്റ്റ് അടിച്ചിട്ട് അതിനകത്ത് എന്താണ് ഫോൾട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു പശുക്കളുടെ കളക്ഷൻസ്? മൊത്തത്തിൽ നല്ല കളക്ഷൻസ് ആണ്. പിന്നെ കളക്ഷൻസിന് ഉപരി ഇവിടെ എടുത്തു തരുന്ന ഒരു വ്യക്തിയുണ്ട്, അത് പുള്ളിയുടെ പേര് ശക്തിയാണ്. പുള്ളിയെ കണ്ടാൽ നല്ല പശുക്കളാണ്. കാര്യം പറയണം പുള്ളിയോട്, എന്ത് പർപ്പസിനാണോ, വീട്ടിനാണോ ഫാമിനാണോ എന്നുള്ളത് പറഞ്ഞാൽ പുള്ളി അതനുസരിച്ച് ചെയ്തു. നമ്മൾ എടുത്തേക്കുന്ന എല്ലാം നല്ല പശുക്കളാണ്, കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാം നല്ല ഹെവി സൈസ് ബ്രീഡ് ഫാമുകാരാണ് കൂടുതലും എടുത്തത്. ഫാമിലാണ്. അപ്പൊ ഫാമിലാണെങ്കിൽ നമ്മൾ ഇതോടെ നല്ല പശുക്കളെ എടുത്തു കഴിഞ്ഞാൽ നല്ല പശുക്കളെ എടുക്കുക, അല്ലാതെ വില കുറഞ്ഞൊന്നും പറഞ്ഞു പോയി കൊച്ചു പശുക്കളെ എടുത്ത് നമുക്ക് 60 രൂപയുടെ പശുവിലല്ലേ 12 ലിറ്റർ കിട്ടിക്കഴിഞ്ഞാലും 2 വർഷം 24 ലിറ്റർ ആണ്, 120 അപ്പൊ ആ ഒരു റേറ്റിലും 1 വർഷം കഴിഞ്ഞാൽ. മാത്രമല്ല വില കുറഞ്ഞ പശുക്കളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചെനയിലായി കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് കുറയും. ഇത് നമുക്കൊരു 7 മാസം വരെയും ഏകദേശം 12-13 ലിറ്ററോളം നമുക്ക് നടക്കാൻ പറ്റും. അതൊന്നും ആരും ചിന്തിക്കത്തില്ല. ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് ഇച്ചിരി വില കുറഞ്ഞു കിട്ടുമെങ്കിൽ അതിനെ വാങ്ങിക്കൊണ്ട് പോകാന്നുള്ള. പക്ഷെ വീട്ടിലേക്കാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, വീട്ടുകാർക്ക് കുഴപ്പമില്ല. ഫാമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉപജീവനമാർഗമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകാനാണ് നല്ല പശുക്കൾ. ബിസിനസ് തന്നെ ചെയ്യണം, ബിസിനസ്സായിട്ട് തന്നെ ചെയ്യണം. മാക്സിമം പാലുള്ള പശുക്കളെ കുറച്ച് എണ്ണത്തിലെ കൂടുതൽ പ്രോഡക്റ്റ് നമ്മൾ വർദ്ധിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല ഇതിൽ ഫാമിന് ഇതിൽ പേരുണ്ടോ? ഫാമിന് പേരായിട്ടില്ല. കറക്റ്റ് സ്ഥലം ഫാമിന്റെ എവിടെ? ഡീസന്റ് ജംഗ്ഷനാണ്. കൊല്ലത്ത് ഞാനിതൊരു ലൈസൻസ് ഉള്ള നമ്മളൊരു ചേട്ടന്റെ ഫാമാണ് ഞാൻ എടുത്ത് നടത്തുകയാണ്, ഞാൻ റെന്റിന് നടത്തുകയാണ്. അപ്പം പുള്ളി ഇട്ടിരിക്കുന്ന പേരുണ്ട് പൂങ്കാവനം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പം അതൊരു ലേബലാക്കി ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അതിനോട്ടൊക്കെ മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ മുൻപോട്ട് കൊണ്ടുപോകും. അപ്പൊ എല്ലാവിധ ആശംസകളും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എടുത്ത പശുക്കളായാലും എല്ലാം നല്ല രീതിയിൽ പാല് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. വണക്കോടാ
எப்படி இருக்கடா எந்த ஊர் மேட்டூர் இப்போ ஃபார்மில் எத்தனை மாடு வச்சிருக்கு 2 மாடு ரெண்டு மாடு இங்கே மார்க்கெட் ஃபர்ஸ்ட் டைம் ஆണോ ആദ്യമായിട്ടാണ് எப்படி இருக்கு മാർക്കറ്റ് இப்போ அண்ணன் வாங்கி மாடுதா டெலிவரி ஆகிட்டு எந்த குட்டி அது பெண்குட்டியா காலக்குட்டி இது எவ்வளோ பால் கறக்குன்னு சொல்லுவேன் அவரு இந்த மாடு எவ்வளோ பால் கறக்கும் 20 வரும்னு சொல்லியிருக்கேன் 20 ലിറ്റർ വരും എന്ന് പറയുന്നുണ്ട് 20 ലിറ്റർ പ്രസവിച്ചൊരു പശുവാണ് ഇപ്പം മാർക്കറ്റിൽ പ്രസവിച്ചാണ് മാർക്കറ്റിൽ കാലയിൽ രാവിലെ ഇപ്പം മാർക്കറ്റിൽ പ്രസവിച്ചൊരു പശുവാണ് 20 ലിറ്റർ കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് ഫാമിൽ ഇപ്പോൾ എത്ര മാട് വെച്ചിருக்கு 2 மாடு மட்டும் தான் இருக்கு இப்போ அப்டேட் பண்ணதுக்காக இந்த பெருசு ஃபர்ஸ்ட் டைம் வாங்கியிருக்கு பெருசு வாங்கியிருக்கு இந்த ஃபேமிலி எல்லாம் நம்ம தானே ஜோலி எல்லாம் நம்ம தானே பண்ணிட்டு ஓகே அந்த பாலுக்கு எவ்வளோ ரேட் கிடைக்குங்க 35 ரூபா லிட்டர் பால் ரேட் கிடைக்கல இப்போ என்னென்ன ஐட்டம்ஸ் ஃபுட்டு கொடுத்துருக்காங்க உச்சி தீவனம் பூசா புண்ணாக்கு அது இப்போ மாடு வளர்த்துற ப்ராஃபிட் எவ்வளோ 35 பரவாயில்ல ப்ராஃபிட்டாக போயிட்டு இருக்கு அந்த கொஞ்சம் பால் ஜாஸ்தியான மாடு வாங்குறதுக்காக இங்கே வந்திருக்கு ஓகேண்ணா ஓகேண்ணா எத்தனை பல்லு ப்ரோ இது 4 பல்லில் கண்ணி பச்சதானே எவ்வளோ ரேட்டு கேட்குது 210 ചോദിക്കുന്ന ഒരു ഹെവി സൈസ് 4 പല്ല് പ്രായമാണ് സൈസ് ബാക്കിയുള്ള പശുക്കളിൽ നിന്ന് ഇതിൻ്റെ സൈസ് അറിയാൻ പറ്റും നല്ല ഹെവി സൈസിൻ്റെ പശുവാണ് ചെറിയ ടൈപ്പ് ജേഴ്സികളൊക്കെ ഇതൊക്കെ എന്നാ റേറ്റ് 49 രൂപ 49 രൂപ ചോദിക്കുന്നുണ്ട് എത്ര ഡെലിവറി 3 ലിറ്റർ ഡെലിവറി ആയിട്ടാ ஆகலை எவ்வளோ நாள் பாக்கி இருக்கு இன்னொரு 10 நாள் பாக்கி இருக்கு லாஸ்ட் எவ்வளோ ரேட்டு கிட்டே கொடுக்குது 43 ரூபா கேட்குறேங்க 43 രൂപ ലാസ്റ്റ് കിട്ടും 45 രൂപ ഒരു നാൾക്ക് എത്ര പാൽ കറക്കും 7 ലിറ്റർ കറക്കും 7 ലിറ്റർ 2 നേരം ചേർത്ത് ഇല്ല ഒவ்வொரு നേരം 7 ലിറ്റർ ഒരു നേരം 7 അപ്പോൾ 2 നേരം 14 ലിറ്റർ ഒരു നേരം 7 ലിറ്റർ കറക്കുന്ന പറയുന്നത് മൂന്നാമത്തെ പശുവാണ് 49 രൂപയാണ് അവർ ചോദിക്കുന്നത് 43 രൂപ കിട്ടിയാൽ കൊടുക്കുമെന്ന് പറയുന്നു ഒരു മീഡിയം ടൈപ്പ് ചെറിയ ടൈപ്പ് ജേഴ്സി പശു കേട്ടോ ഒരു നേരം 7 രൂപ 14 ലിറ്റർ ഓക്കെണ താങ്ക് യു ഇതിൽ എത്ര കന്നി പശുക്കൾ ഇരിക്കണ கன்னி இதில் മാക്സിമം എவ்வளோ பால் கறக்கும் அது மாதிரி ഒരു നാൾക്ക് മോർണിംഗ് 2 നേരം എടുത്തിട്ട് 20 ലിറ്റർ மாதிரி கறக்கும் അല്ലേ இதுக்கு எவ்வளோ ப்ரைஸ் ரேஞ்ச் வந்துட்டு இருக்கணும் இந்த மாடு கொம்புங்களா கொம்பந்து மாடு ஃபர்ஸ்ட் மாடு அது வந்து 75 ரூபா செகண்ட் மாடு மோடா பிளாக்கு அது 72 அடுத்தது அது 85 அடுத்தது இந்த மாடு அது 90 வருது இந்த மாடு இது 72 73 வரும் ஆவரேஜ் எவ்வளோ ப்ரைஸ் ரேஞ்ச் வந்துருக்கணும்ல ஆவரேஜ் ஒரு 80 റേഞ്ച് വന്നിരിക്കുന്നത് അതിൽ നല്ല കന്നി പശുക്കളുടെ എല്ലാം പ്രഗ്നന്റ് തന്നെയാണ് എല്ലാം പ്രഗ്നന്റ് മാടുതാ ഇത് കന്നിയാണ് ഇത് ബാക്കിലേക്ക് രണ്ട് പല്ല് പ്രായത്തിൽ അടിപൊളി ഒരു കന്നിമാട് പല്ല് കാട്ട മുടിയണോ 4 പല്ലിൽ നല്ലൊരു കന്നി ഡെലിവറിക്ക് എവിടെ നാളെ വെച്ചിരിക്കണ இன்னொரு 15 ദിവസം 15 നാൾ വെച്ചിருக்கு എவ்வளோ ப்ரைஸ் ரேஞ்ச் ചോദിച്ചിട്ട് ഇത് 85 சொல்லுது താളെ ചോദിക്കും 85 ചോദിച്ചിട്ടുള്ള ഒരു നല്ല കന്നിയിലുള്ളൊരു 4 പല്ല് പ്രായത്തിലുള്ളൊരു കടിഞ്ഞൊരു പശുവാണ് അടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു 75 രൂപയാണ് അല്ല 85 ആണ് ചോദിച്ചിട്ടുള്ളത് മോഴയാണ് இந்த வயிற்று மாடு எவ்வளோ கேட்காதண்ணா வயிற்று மாடு எவ்வளோ ரேட்டு கேட்குது 120 ഡെലിവറി ആയതാ എത്ര പല്ല് പ്രായം 2 പല്ല് പ്രായത്തിൽ തന്നെ എவ்வளோ പാൽ കറക്കും இந்த മാട് 15 ലിറ്റർ ഒരു നാൾക്ക് ഒരു നാൾക്ക് 15 ലിറ്റർ പറയുന്ന ഒരു കണ്ണിയിലുള്ള ലക്ഷം ബ്രീഡിൽ പശുവാണ് കേട്ടോ
1,20,000 ചോദിക്കുന്നത്. പ്രസവിച്ച മാവ് ബ്രീഡിലുള്ളൊരു പശു. ചെക്കൻ ഇതിപ്പോൾ എങ്ങോട്ട് പോകുന്നുണ്ട്? 2 പശുക്കൾ കൊല്ലത്തേക്ക് നല്ല അടിപൊളി പ്രസവിച്ച പശുക്കളാണത്. രണ്ടും പ്രസവിച്ച അടിപൊളി ഹെവി സൈസ് പശുക്കളാണ്. അണ്ണനെക്കാട് ഹൈറ്റ് ഉണ്ടല്ലോ. നല്ല ഹൈറ്റുള്ള ഫേസ് ഒന്ന് കാണിക്കണം. നല്ല ഫേസിൽ 4 പല്ല് താങ്ങും. 4 പല്ല. 2 പല്ല് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? 2 പല്ല് കഴിഞ്ഞ് ഇപ്പം 4ാമത് പല്ല് മുളയ്ക്കുന്നേ ഉള്ളൂ. മറ്റേ ഏതാണോ? 4 പല്ല്. ഇത് 4 പല്ല്. 4 പല്ല് പ്രായത്തിലുള്ള 2 പ്രസവിച്ച കന്നി പശുക്കള് കൊല്ലത്തേക്ക് വെക്കുന്നത്. എത്ര പാല് പ്രതീക്ഷിക്കണം? 2 കൂടി ചേർത്തിട്ട് നമുക്ക് 2 കൂടെ ചേർത്തിട്ട് എവിടെ പാല് കറക്കും നമുക്ക്? 2 കൂടി ഒരു 45 ലിറ്റർ ഗ്യാരണ്ടി കിടക്കണം. 2 കൂടി ഒരു 45 ലിറ്റർ ഗ്യാരണ്ടി ആണ്. ഇപ്പൊ ഈ വണ്ടിയിൽ കയറ്റു വേണം. അതിന്റെ 2 കുട്ടികളെ കയറ്റും. ഈ 2 പശുക്കളിലേക്ക് കയറ്റുകയാണ്. എങ്ങനെയുണ്ട് ശക്തിയുടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അണ്ണൻ തമ്പി മാതിരി. അണ്ണൻ തമ്പിയാ? മനസ്സുള്ള ആദ്യമായിട്ട് യൂട്യൂബിൽ കണ്ടിട്ടാ വിളിക്കുന്നത്. യൂട്യൂബിൽ കണ്ടിട്ടില്ല. യൂട്യൂബ് കണ്ട് മെനിഞ്ഞാന്ന് വിളിച്ചിട്ട് ശക്തി എനിക്ക് പശു തേവ ഇറക്കുന്നത്. അണ്ണൻ മാതിരിയാ. ഇപ്പൊ വന്നിട്ട് അണ്ണൻ തമ്പിയാർക്ക് അടിപൊളി പശുക്കൾ വാങ്ങി തന്നിട്ടുണ്ട്. 5 നമ്മൾ അത്ര 5 എടുത്തിട്ടുണ്ട് അല്ലേ? ഇന്നലെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഇതെല്ലാം അടുത്ത മാസം തലവരാ. എല്ലാ മാസം വന്നിട്ട് 5 എടുക്കാം. ഓക്കേടാ. ഇതും കൊല്ലമാണ്. ഇത് ചേട്ടൻ എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ശക്തി ഉണ്ട്? ഞാൻ സ്ഥിരമായിട്ട് വന്ന് എടുക്കുന്നുണ്ട്. വേറെ ആരും എടുത്ത് തന്നാലും പറ്റത്തില്ല. ശക്തി ആവശ്യമുള്ളത് പറഞ്ഞാൽ പുള്ളി കറക്റ്റ് ചെയ്ത് എടുത്ത്. ഇപ്പൊ എത്ര വർഷമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് പുള്ളിയുടെ? ഞാനിപ്പോ പുള്ളിയുടെ ഒരു 4-5 വർഷമായിട്ട് 5 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ എടുത്തേക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. അതുകൊണ്ടാണല്ലോ വീണ്ടും വരുന്നത്. മേഖല പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. നല്ല പശുക്കളെ നോക്കി എടുക്കണം. നല്ല പശുക്കളെ നോക്കി എടുക്കും. നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യം പറഞ്ഞാൽ മതി. അതനുസരിച്ചുള്ള പശുക്കളെ മാന്യമായ വിലക്ക് എടുത്ത്. ഓക്കേടാ, താങ്ക് യു. ഓക്കെ. ഇപ്പൊ ഈ വണ്ടിക്കകത്ത് നമ്മൾ കയറ്റി നമ്മുടെ പശുക്കളെ 3 മൊത്തം 5 അല്ലേ നമ്മൾ എടുത്തേ? ബാക്കി ഒരു വണ്ടിയിൽ ഇവിടെ 2 ഇവിടെ 3 അങ്ങനെ 5 എണ്ണമായിട്ട് കൊണ്ടുപോവാണ്. ഓക്കെ. അപ്പോൾ കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റാണ്. ഫാമെല്ലാം സെറ്റായിട്ട് എടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന അടിപൊളി പശുക്കാണ്. ഇത് പ്രസവിച്ച് തന്നതല്ലേ? 3 പ്രസവിച്ച. അപ്പോൾ ചെന്ന ഉടനെ നമുക്ക് കറവേ ചന സെന്റർ ഇരിക്കുന്ന ചന അങ്ങേറ്റവും ഇങ്ങേറ്റവും 25 ലിറ്റർ എങ്ങനെയാലും കറക്കുമെന്ന് പറയുന്ന ടൈപ്പ് അടിപൊളി പശുക്കളാണ്. 2ാമത്തെ പ്രസവമാണ്. 6 പല്ല് പ്രായത്തിൽ വരുന്ന 6 പല്ല് പ്രായത്തിൽ വരുന്ന പശുക്കളാണ്. എന്തായാലും പോയിട്ട് എല്ലാവരും ആശംസകളും നല്ല രീതിയിലായിട്ട് അടുത്ത മാസം കാണാൻ പറ്റട്ടെ. ഓക്കേടാ, താങ്ക് യു. ഇത് പറഞ്ഞാൽ ചേട്ടാ നമസ്കാരം. നമ്മുടെ സ്ഥലം നല്ലൊരു പരിചയപ്പെട്ടില്ല. പേരൊക്കെ പറഞ്ഞോ? പേര് രാജീവ്. റിംഗ് മാസ്റ്റർ രാജീവ് എന്നാണ്. റിംഗ് മാസ്റ്റർ രാജീവ്. അതെന്താ റിംഗ് മാസ്റ്റർ അങ്ങനെ പേര് വന്നേ? സിനിമ പട്ടി കുതിര എല്ലാം നമ്മളാണ് കൊടുക്കുന്നത്. 32 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. ബാഹുബലി വരെ ചെയ്തതാണ്. ഓഹോ, ബാഹുബലി വരെ ചെയ്തിട്ടുണ്ട്. ബാഹുബലി, സൈറാറെഡ്ഡി, മാമാങ്കം. നമ്മൾ അതിലേക്ക് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഓരോ ഇപ്പം റിംഗ് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ പട്ടി ഡോഗ്സ് അത് റിംഗ് മാസ്റ്റർ നമ്മുടെ കഥയാണ്. സ്വന്തം കഥയാണ്. മറ്റേ നമ്മുടെ CID മൂസ, അതിനകത്ത് അർജുൻ മാടിക്കുട്ടൻ, ഇതെല്ലാം നമ്മുടെ പട്ടികളാണ് നമ്മുടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പട്ടിയിൽ നിന്നാണ് ഈ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ സിനിമയ്ക്ക് വേണ്ട പശു, ആട്, താറാവ്, കോഴി, പ്രാവ് എല്ലാ ഐറ്റവും നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത്. മാരിയൊക്കെ നമ്മളായിരുന്നു. ഏതൊക്കെ? മാരി. അതിനകത്ത് ഏത് പ്രാവ് ഐറ്റംസ് നമ്മളെ ട്രെയിൻ ചെയ്യണം. എന്താ പ്രകാരം ഇപ്പൊ എന്തുകൊണ്ട് നമ്മുടെ വാങ്ങുന്നു? ഇപ്പൊ കേരളത്തിൽ വേറെ ആരെങ്കിലും പട്ടിയില്ലേ, ഡോഗില്ലേ? എന്തുകൊണ്ട് ചേട്ടാ രാജ്യം? നമ്മുടെ ഒന്ന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ എപ്പോഴും അവർ നോക്കുന്നത് ഷോട്ട് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ സ്പോട്ട് ചെയ്യുന്ന മൃഗങ്ങൾ വേണം. അത് നമ്മുടെ കയ്യിലാണ്. അതാണ് നമ്മുടെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്തേക്കുന്നത്. ഇപ്പോഴാ ആ റിംഗ് മാസ്റ്റർ ചെയ്ത ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഇപ്പം കുറെ പട്ടികളൊക്കെ ചത്തുപോയി. കാരണം പടം കഴിഞ്ഞിട്ട് റിംഗ് മാസ്റ്റർ ആൾക്കാരുടെ ഇത് എന്നും മന്നെ കൊണ്ടത് ഇന്നാളിറങ്ങിയ പോലെ ആയിരിക്കും. 2013-13 ഇറങ്ങിയപ്പോഴാണ് കഴിട്ടോ. അടുത്ത സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ പോകുന്ന എരുമ ഇതാണോ? ഈ എരുമയാണ്. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടുവെച്ചോ. സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ പോകുന്ന പെണ്ണാണ്. ഇനി ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. സിനിമയുടെ പേരെന്തെങ്കിലും അനൗൺസ് ആയിട്ടുണ്ടോ? ഷൂട്ട് തുടങ്ങി. പേര് അനൗൺസ് ചെയ്തോ? പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, പേര് പറയാൻ പറ്റത്തില്ല. പ്രണവിൻ്റെ ആണല്ലേ? പ്രണവ് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എരുമയാണ്. എന്തായാലും റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുകയാണെങ്കിൽ ഓർക്കാം, ഇതായിരിക്കും ആ എരുമ.
ഇതിപ്പോൾ ട്രെയിൻ ചെയ്ത് രാജുവായിട്ട് എടുത്തിട്ട് ഇനി അങ്ങനെ നമ്മൾ തന്നെയാണോ ട്രെയിൻ ചെയ്ത് വേറെ ആൾക്കാരുണ്ടോ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് തന്നെ ട്രെയിൻ ചെയ്യാറുണ്ട് രാജുവായിട്ട് തന്നെ ട്രെയിൻ ചെയ്തെടുക്കുന്ന എരുമയാണ് ചനയാണോ ഇത് ശരി ഇത് ഇപ്പം 7 മാസം 7 മാസം നമുക്ക് ഫാമായിട്ടുണ്ട് അല്ലേ എത്ര പശുക്കളുണ്ട് ഇപ്പം 15 പശുക്കൾ എരുമയില്ല ആദ്യമായിട്ട് എടുക്കുക എരുമയില്ല ഇപ്പം കൊടുത്തു ഇപ്പം പിന്നെ ഫിലിമിന് വേണ്ടി വീണ്ടും നമ്മൾ ഇത് മാത്രമേ എടുത്തുള്ളൂ ഇത് ഒരെണ്ണം എടുത്തോളൂ ഇതിനായിട്ട് പോവാണ് ഇതിനായിട്ട് വന്നതാ അടുത്ത മാസമൊക്കെ നമ്മള് രണ്ടൂന്ന് പടങ്ങളുണ്ട് അത് എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരെണ്ണത്തിന് കുതിരയുണ്ട് ഡോഗാണ് ഡോഗിന്റെ 5 ഡോഗ് 20 ദിവസം ഏത് ടൈപ്പ് ഡോഗ് അത് ബെൽജിയം മിൽനോയ്സ് നമുക്ക് സ്വന്തമായിട്ടുണ്ടോ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതിനോ നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ എൻ്റെ കുതിര സ്വന്തമായിട്ടുണ്ട് കുതിരയെല്ലാം എത്ര കുതിരയുണ്ട് നമ്മൾ ഇപ്പം നിലവിൽ 15 കുതിരയുണ്ട് 15 കുതിര കൂടാതെ നമ്മളിപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് ഇപ്പം നമ്മൾ ബാഹുബലി ചെയ്തപ്പോൾ 167 കുതിര വെച്ചാൽ ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തമായിരുന്നു എല്ലാത്തിനും വിലക്കെടുക്കും ഞാനെല്ലാം വിലക്കെടുത്തിട്ടേ ചെയ്തോളൂ എന്നിട്ട് നമ്മൾ കൊടുത്തു ആവശ്യം കഴിയുമ്പോൾ നമ്മൾ സെയിലായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഇതെടുക്കാനായിട്ട് ആൾക്കാർ ആവശ്യക്കാർ വരും ഇതിൽ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ പക്ക ട്രെയിൻഡ് കുതിരയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നല്ല നമുക്ക് സിനിമക്കാർ എന്തെങ്കിലും ആവശ്യം ആദ്യം ചേട്ടനായിരിക്കും കോൺടാക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള മലയാള സിനിമയിൽ പണ്ട് ഒരു 30 വർഷം മുമ്പ് ചെന്നൈയിൽ നിന്നായിരുന്നു മൃഗങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത് അത് കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്തത് ഞാനാണ് ഏത് സിനിമയ്ക്ക് ആദ്യം ചെയ്ത് നമ്മള് ശരിക്കും മലയാളം പടത്തിനല്ല ആദ്യമേ തമിഴിനായിരുന്നു ഏത് പടം വരുന്നത് അർജുൻ്റെ പടത്തിന് പോലീസ് ഡോഗായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മലയാളത്തിൽ പ്രമുഖ ഏതൊക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ റിംഗ് മാസ്റ്റർ എഡി മൂസ ക്രേസി ഗോപാല ചട്ടമ്പിനാട് എല്ലാ സിനിമ കാണുന്ന ഓൾമോസ്റ്റ് പട്ടി കുതിര എരുമ പ്രാവ് നമ്മുടേതായിരിക്കും ഇപ്പൊ നമ്മളൊരു പോത്തിനെ വെച്ചൊരു ഫുൾ പടം ചെയ്തായിരുന്നു അത് നമ്മളാണ് കൊടുത്തത് എന്റെ ഭാര്യ എന്നും പറഞ്ഞൊരു സിനിമ അതിന് ഫുള്ള് നമ്മളാണ് കൊടുത്തിരുന്നത് അത് പോത്തിന്റെ ഒരു കഥയാണ് അപ്പൊ അതിന് 5 ടൈപ്പ് പോത്തിനെയാണ് വേണ്ടത് അതായത് ചെറുത് മുതൽ പോത്ത് വളർന്ന ടൈപ്പ് ഉള്ളത് വേണം അതെല്ലാം നമ്മളാണ് സപ്ലൈ നമുക്ക് ഫാമായിട്ട് എല്ലാം വന്ന് ആൾക്കാരെ കാണാൻ പറ്റുന്നതായിട്ടുണ്ടോ ഇത് ഉണ്ട് ഞാൻ പിന്നെ അധികം ആൾക്കാരെ നമ്മളെ ഇതല്ലാതെ നമ്മൾ ഓപ്പണായിട്ട് കൊടുത്തിട്ടില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് കൊടുക്കുന്നതാകുമ്പോൾ ഈ ആൾക്കാരുടെ ഡിസ്റ്റർബൻസ് ഭയങ്കര ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യിപ്പിക്കും ഇത് അങ്ങനെ പറയാം അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്കൊരു ട്രെയിനിങ് ഉണ്ട് അത് രാവിലെ ഇപ്പം കുതിരയ്ക്കാണേലും ട്രെയിനിങ് ഉണ്ട് അത് അല്ലാതെ വന്നിട്ട് അങ്ങനെ പറയാം ആൾക്കാർ അത് കാരണം ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സ് അധികം സൂക്ഷ്മദർശിനി അതിൻ്റെ അകത്ത് കാണിക്കുന്ന പൂച്ച നമ്മുടെ പൂച്ച ട്രെയിൻഡ് പൂച്ചയാണ് നാടൻ പൂച്ചയുടെ അങ്ങനെ ചേട്ടൻ തന്നെയാണ് ഫുൾ എല്ലാത്തിനും ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് ഹെൽപ്പിംഗ് വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ ഹെൽപ്പിങ്ങിന് ഇപ്പം 3 സ്റ്റാഫുണ്ട് അത് അവര് ഇതുങ്ങളുടെ മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നോക്കാം അത് കൂടാതെ ബാക്കി ഇപ്പം നമ്മുടെ മോൻ നോക്കുന്നുണ്ട് 13 വയസ്സേ ഉള്ള പുള്ളിക്ക് എല്ലാം ഇഷ്ടമാണ് കുതിര ഓടിക്കും എല്ലാം ചെയ്യും എന്തായാലും ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പശുവിനെയും എരുമയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വരുന്നത് അല്ലേ ഇവിടെ വരും ശക്തിയുടെ അടുത്തുനിന്ന് നമ്മൾ എടുക്കുന്നുണ്ട് പശുക്കളെല്ലാം എടുത്ത് നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഇതുവരെ ഒരു ദോഷവും വന്നിട്ടില്ല നമുക്ക് നമ്മൾ നല്ലൊരു നോക്കി എടുത്താൽ മതി പ്രായം കുറയും നമ്മളിവിടെ ഇഷ്ടം പ്രായം കുറവിലൊന്നും കാര്യമില്ല ഞാൻ നോക്കിയിട്ട് ഇപ്പൊ കഞ്ഞിപ്പേറ് ഈ പൊതുവെയുള്ള ആൾക്കാരുടെ ചിന്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പേറ് പശുവിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിപ്പേറ് പശുവിനെ ഇപ്പൊ എന്റെ അനുഭവത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് പറയണം കഞ്ഞിപ്പേറ് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസവിക്കുന്നു ഇതിനെ നമ്മൾ കറവ മുതൽ പഠിപ്പിക്കും ഈ കറവ മുതൽ പഠിപ്പിച്ച് ഈ പശു എന്ത് പാല് കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഒരു ഊഹാപോകത്തി എടുത്തോളൂ ഈ പശു അടുത്ത പേര് ജനപിടിക്കൊന്നും ഗ്യാരണ്ടി ഇല്ല നേരെ മറിച്ച് നമ്മളൊരു 2ാം പേരോ 3ാം പേരോ ഞാനിവിടുന്ന് 2ാം പേരും 3ാം പേര് 4ാം പേര് 8ാം പേര് ജേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം അത് എന്റെ തൊഴിൽ ഇപ്പോഴും നിൽപ്പുണ്ട് 8ാം പേരാണ് പക്ഷേ നമ്മുടെ
ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇപ്പം ആ പശു 2 പറ്റി. പിന്നെ 10 വർഷം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര വരെ പാല് കിട്ടുന്ന പശുക്കളുണ്ട്? എത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളുണ്ട്? ഞാൻ ഇപ്പം നമുക്ക് അത് നമ്മളെ പശുവിൻ്റെ ഫാം നടത്തുമ്പം ഓവർ ഹൈ വലിയ ഹൈ ഈൽഡ് പശുക്കളെ നിർത്തരുത്. HF ഒന്നും നിർത്തരുത്. നമ്മൾ ഫുള്ള് കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ എവിടെയും പോയി യാത്ര കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ ബിസിയാണ്. ഞാൻ അത് കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആവറേജ് പശുക്കളാണ്. ആവറേജ് പശുക്കൾ ആണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ദിവസം ഒരു 20 ലിറ്റർ പാലിൽ മേളിലുള്ളതിനെ നിർത്തിയിട്ടില്ല. അതുപോലെ കെയറിങ് കൊടുക്കണം. നമ്മൾ എല്ലാ ദിവസവും നോക്കി പരിചരിക്കണം. നോട്ടം തന്നെയല്ല, നമ്മൾ ഈ പശുവിൻ്റെ ഇപ്പോഴും പശുവിൻ്റെ കേരളത്തിലുള്ളവർ പറയണ പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് നഷ്ടമാണെന്ന് ആരും പഠിക്കുന്നില്ല. ഞങ്ങളൊരു ശരിക്കും പറഞ്ഞ ഒരു 2 തലമുറ പശു വളർത്തൽ 100 വർഷത്തിൽ മേലിൽ വെച്ചൂരിന് പറഞ്ഞ സ്ഥലം. വെച്ചൂരിന്റെ മൂരി ഇപ്പോഴും എൻ്റെ നിൽപ്പുണ്ട്. ആ മൂരിക്കുണ്ട് 20 വയസ്സുണ്ട്. 20 വയസ്സുണ്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. പശുക്കളൊക്കെ സാധാരണ 12-20 വയസ്സെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെ പറയണം. ഇപ്പൊ കുതിരയ്ക്ക് പറയണത് 10 വയസ്സിൽ കുതിര മരിച്ചു പോകും. 30 വയസ്സുള്ള കുതിര ഇവിടെ നിൽപ്പുണ്ട്, സത്യമംഗലത്ത് നിൽപ്പുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കെയർ ചെയ്യുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പം ഈ പശുക്കളുടെ ഇതിൽ നമ്മളെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും പശുവിന് കാലിത്തീറ്റ കൊടുത്താലേ പാല് കിട്ടത്തുള്ളെന്ന് ഉള്ള ചിന്തയാണ് ഇവരെ ഈ പശു ഡാമേജ് ആകുന്നത്. ഞാൻ കാലിത്തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചേ കൊടുക്കുന്നു. ബാക്കി എന്താ ഐറ്റംസ് കൊടുക്കുന്നത്? ബാക്കി നമ്മളല്ലാത്ത പൊടികളാവും. എന്തൊക്കെ പൊടികൾ? നമ്മൾ ധാന്യപ്പൊടികളായിട്ടുള്ളത്, തവിടുകൾ, സൈലേജ്. പിന്നെ ഞാൻ അമിതമായ പിന്നെ പുല്ലെന്ന് പറയണത് ഞാൻ അധികം കൊടുക്കാറില്ല. പകരം കന്നാര, പൈനാപ്പിൾ അരിഞ്ഞത് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പാലെപ്പോഴും സ്റ്റഡിയാണ്. പിന്നെ ഇപ്പം എല്ലാവരും പറയും 3 മാസം ആകുമ്പോൾ നമുക്കത് പിന്നെ ഉറ കുത്തി വെക്കണം. ഞാൻ എൻ്റെ ഇത് ഞാൻ കുത്തി വെക്കാറ്. 1 വർഷം ഇട്ട് കറക്കും. 1 വർഷം കറന്നിട്ട് കുത്തി വെക്കും. ഒരേ തീറ്റയിൽ. ഇപ്പം പശു നമുക്ക് ഇപ്പോൾ 1 ലിറ്റർ പാല് കുറഞ്ഞെന്ന് പറഞ്ഞ് 2 കിലോ തീറ്റ കുറച്ചാൽ അത് കുറഞ്ഞു വരും. നമ്മൾ ഒരേ തീറ്റ കൊടുത്തോളൂ. അപ്പം അത് കൊടുക്കുന്നതുകൊണ്ട് ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ തടി അതനുസരിച്ച് കയറിക്കൊണ്ടിരിക്കും. പാല് കുറയുന്നതിനനുസരിച്ച് തടിയെ കയറും. നമുക്ക് ഈ പശു 1 വർഷം ആകാറാകുമ്പോഴത്തേക്കും കുത്തി വയ്ക്കും. ഇതാരും ചെയ്യാറില്ല. അവരെല്ലാവരും 3 മാസം ആകുമ്പോൾ അവർ കുത്തി വെച്ച് അത് 1 കുത്തി വയ്ക്കും, 2 കുത്തി വയ്ക്കും, 3 കുത്തി വെച്ചിട്ട് പശുവിന് നേരെ കശാപ്പുകാരനും കൊടുക്കും. പിന്നെ നോക്കത്തില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് എൻ്റെ വീട്ടിൽ ഇപ്പം പ്രസവിച്ചിരിക്കുന്ന പശുക്കളാണേലും എല്ലാം നമ്മൾ എൻ്റെ ഈ വെച്ചൂർ മൂരിയെ കൊണ്ടാണ് ഞാൻ ചവിട്ടിക്കുന്നത്. വെച്ചൂർ മൂരിയെ കൊണ്ട് നമുക്ക് വലിയ പശുവിനെ ചവിട്ടിക്കാം. കാരണം നമ്മൾ വലിയ പശുവിനെ കുഴിയിലോട്ട് ഇറക്കി നിർത്തിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് ചന പിടിച്ച് കിട്ടും. കൃത്യം ചനയാണ്. അപ്പൊ കുട്ടിക്ക് നമുക്ക് അങ്ങനെ കുട്ടികളെ നമ്മൾ എങ്ങനെയും ചന പിടിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചന പിടിപ്പിക്കുക എന്നുള്ളത്. വെച്ചൂർ മൂരിയാണ്ട് മെയിൻ്റെനൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒറ്റ പ്രാവശ്യം ചവിട്ടിയാൽ മതി. ഒറ്റ ചവിട്ടിൽ ചന പിടിക്കും. അപ്പം അതിൻ്റെ പശുക്കിടാക്കള ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കും. ക്രോസാ. അപ്പം അങ്ങനെയുള്ള ഒരു അത് മേടിക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു HF നിന്ന് ഇറങ്ങുന്ന നമുക്കൊരു ദിവസം ഒരു 20 ലിറ്റർ ഈ പാല് കിട്ടുന്ന ഒരു പശുവിൻ്റെ ഈ വെച്ചൂർ കിടാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 15 ലിറ്റർ കിട്ടും. പക്ഷേ ഈ 15 ലിറ്റർ കിട്ടുന്നതിന് നമുക്കുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കളിച്ചാലും അതിന് ഒരു അകിടുവീക്കോ കാര്യങ്ങളോ ഒന്നും നല്ല പ്രതിരോധം. വെച്ചൂരിൻ്റെ ഒരു ക്യാരക്ടർ സംഭവങ്ങൾ ഇതുണ്ടാവും. രണ്ടും നല്ല കൂടുതലുള്ള വണ്ടിയാണ്. കൂടുതൽ വണ്ടിയാണ്. അപ്പോൾ കൊല്ലത്തേക്ക് ഈ 5 പശുക്കളായിട്ട് ആദ്യത്തെ ട്രിപ്പ് പോവുകയാണ്. ബാക്കിയെല്ലാം വണ്ടി കയറ്റാറുണ്ടല്ലേ? ബാക്കി പശുക്കൾ നിൽക്കുകയാണ്. കയറ്റാറുണ്ട്. 2 പശുക്കൾ പോകാൻ സെറ്റായിട്ടുണ്ട് കൊല്ലത്തേക്ക്. வீடியோ எடுத்து வண்டி எடுக்கிறாங்க. மாயசனா, ஓ மாயசனா, வண்டி எங்க